அடடா அவசரப்படாதம்மா, அங்கே நில்லு, நான் வரேன். ஆஹா ஆஹா, என்னம்மா நல்லா இருக்கிறியா? உன்னை பார்த்தாலே தெரியுதே நல்லா இருக்கிற. ஓஹோ, வீடு ரொம்ப பிரமாதம் இல்ல? இதோப்பா, கடவுளே ஆண்டவா, கடவுளே கடவுளே கடவுளே. இதோ பாருமா, இந்த கடவுளை நீ தினம் கும்பிடு. உன்னுடைய ஆஸ்தி அந்தஸ்து ஐஸ்வர்யம் எல்லாம் 1க்கு 10 மடங்கு ஆயிடும். எங்கேயோ போயிடுவேன். புரியல? புரியலையா? ஆமா சாண்ட்ரா, என்னுடைய அஸ்திவாரமே அவர்தான்மா, பவுண்டேஷன். என்னுடைய ஆஸ்தி அந்தஸ்து நான் இந்த பொசிஷன் வரதுக்கு காரணமே அவர்தான். அவர் போட்டோவை பார்த்த உடனே கடவுளை நேரா பார்த்த மாதிரி ஒரு பக்தி வந்துருச்சு. இதோ 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 என் பக்கத்துல மேல கீழே அங்க இங்க அவர் ஓடி ஆடுற மாதிரி ஒரு ஃபீலிங், ஒரு பயம். இத நான் முதல்ல நினைச்சிருந்தேன்னு வச்சுக்கோ, கடவுள் சத்தியமா அந்த வீட்டு வாசல் கூட நான் காலை வச்சுக்க மாட்டேன். வாமா வா வா வா, அட என்ன இந்த மாதிரி மக்கார் பண்ற நீ? என் தங்கச்சி மாதிரி. வா 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 வா. மெதுவா மெதுவா, வழுக்குது வழுக்குது, அதுதான் கை கெட்டுமா பிடிச்சுக்கிறேன். வா 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 வா, உக்காரு. உக்காரு. தா பொண்ணு, குடிக்க ஒரு கிளாஸ் தண்ணி கொண்டு வா. அடி என்ன நீ நின்னுங்கிற? உக்காரு, புது சோப்பா நாச்சு வச்சுக்கிற. என்னம்மா, உன் டிஸ்டிலரிஸ் பிசினஸ் எல்லாம் நல்லா நடக்குதா? அட வாய திறந்தா பதில் சொல்லம்மா. கூச்சப்படுறியா? பரவாயில்ல. கேள்விப்பட்டேன் உன் மேனேஜ்மெண்ட், உன் கெப்பாசிட்டி பத்தி ரொம்ப ரொம்ப கேள்விப்பட்டேன். புத்திசாலி பொண்ணு, எல்லாம் உங்க ஒப்ப மாதிரியே. தண்ணியா கொண்டா. சாண்ட்ரா, இது தண்ணி, பச்சை தண்ணி. இதுல சர்க்கரை, சுகர் போட்டு கலக்கி குடிச்சா இனிப்பா இருக்கும். இதுலயே சாராயத்தை ஊத்தி குடிச்சா கசக்கும், கிக்கடிக்கும். இதே பச்சை தண்ணில விஷம், பாய்சனை கலக்கி குடிச்சா செத்து போயிடுவேன். நான் இந்த தண்ணி மாதிரி. ஞாபகத்துல வச்சுக்கோ, நான் இந்த தண்ணி மாதிரி, நீ இந்த சில்லு மாதிரி உடஞ்சிருவ. എങ്ങനെയുണ്ടാ? നല്ല ഇംപ്രൂവ്മെന്റ്. ചികിത്സ ഫലിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവനെ ഒന്ന് റേസിന് ഇറക്കി നോക്കണം. ജസ്റ്റ് ഒരു ട്രയൽ റൺ. ഹായ് ശിവപ്പ. ഹായ്. ഹായ് മുരുകൻ. ഹലോ. ഹായ് അൻവർ. എന്താ നീ ഇത്ര ഉത്സാഹത്തില്? ശിവപ്പ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ വീട്ടിൽ വന്ന് സ്കെയർ ചെയ്തതിന് ഞാൻ ഗൗഡയോട് തിരിച്ചു ചെയ്യുമെന്ന്. എന്നെങ്കിലും നൗ ഇസ് ദ ടൈം. See this. എന്താ ഇത്? വൈറ്റൽ ഇൻഫർമേഷൻ ഫ്രം മാംഗ്ലൂർ. അതായത് ശിവപ്പയ്ക്ക് ഓർമ്മയില്ലേ പഴയ ജബാറിനെ, ഡാഡിയുടെ പഴയ ഫ്രണ്ട്, മാംഗ്ലൂരില് ഗൗഡയുടെ സ്മഗ്ലിംഗ് ഏജന്റ്. ആ, അയാളും ഗൗഡയും തമ്മിൽ തെറ്റി. അതറിഞ്ഞ് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തു. ഹീസ് ആൾവേസ് ആഫ്റ്റർ ഫാസ്റ്റ് ബഗ്. അയാൾ ഇന്ന് രാവിലെ കൊടുത്തയച്ച മെസ്സേജാണ്. ഇത് മതി തൽക്കാലം ഗൗഡയെ ഒന്ന് വെറുപ്പിക്കാൻ. കമോൺ, ഐ വിൽ ഗിവ് ദ ഡീറ്റെയിൽസ്. തീക്കളിയാണ്, അറിയാവല്ലോ. ഓ യെസ് ശിവപ്പ, എനിക്ക് വേണ്ടി പ്ലീസ് ഒരു ചെറിയ റിവഞ്ച്. ആ
ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സോറി സർ, ഞങ്ങൾ അല്പം താമസിച്ചു പോയി. ആരും ഫോളോ ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഒരല്പം വളഞ്ഞ വഴി കൂടെ വന്നത്. ദാറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ എന്താ ഇൻഫർമേഷൻ? അത് 2 ദിവസം മുമ്പ് മാംഗ്ലൂർ പോർട്ടിലടുത്ത് ഇറ്റാലിയൻ മർച്ചന്റ് ഷിപ്പ്, അതിൽ ഗൗഡയ്ക്കുള്ള കുറെ ഏറെ കള്ളക്കടത്ത് സാധനങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ട്. വിദേശത്തച്ചടിച്ച് ഇന്ത്യൻ കറൻസി, 1-ാം തരം കള്ളനോട്ട്, പിന്നെ ഗോൾഡും ഡ്രഗ്സും. ഇന്നലെ ചരക്ക് ക്ലിയർ ചെയ്തു. ഇന്നു മുതൽ സാധനങ്ങൾ കൊണ്ട് പോന്നു തുടങ്ങും ബൈ റോഡ്. നാളെ സിറ്റി ലിമിറ്റ്സിൽ എവിടെയെങ്കിലും കാത്തു കിടന്നാൽ ചിലപ്പോ അവന്മാരെ കൊടുക്കാൻ പറ്റിയെന്നിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. വെരി മച്ച്. ഇതാ സാധനങ്ങൾ കടത്താൻ ചാൻസ് ഉള്ള വണ്ടികളുടെ നമ്പറും റൂട്ട് ഡീറ്റെയിൽസും. താങ്ക് യു. ഒരു ഒറ്റുകാരനായിട്ട് അറിയപ്പെടാൻ മനസ്സുണ്ടായിട്ടൊന്നുമല്ല, ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇൻഫോർമന്റ് എന്ന് മറ്റാരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ. ഓക്കെ? യു ക്യാൻ ട്രസ്റ്റ് മീ. പിന്നെ സൂക്ഷിക്കണം. ഗൗഡയെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഷുവർ. വിഷ് യു ഓൾ ദി താങ്ക് യു. ബെസ്റ്റ്. ബൈ. രവിയേട്ടാ, പോസ്റ്റ് Please. From Additional Secretary, CSCB, UPSC, to Mr. Ravishankar. ഞാൻ നോക്കിട്ട് തരാം രവിയേട്ടാ. കേട്ടോ സെലക്ഷൻ? യെസ്. ദേവി, കൺഗ്രാറ്റ്സ് രവിശങ്കർ IPS. ഏട്ട സ്റ്റേഷനിലുണ്ടാവും, പോയി പറഞ്ഞിട്ട് വാ. ഫോണിൽ പറഞ്ഞാ പോരെ എടുത്തി. ആഫ്റ്റർ ഓൾ ജയശങ്കർ DYSP ഇനി മുതൽ രവിശങ്കർ IPSന്റെ കീഴ് ഓഫീസറാണ്. അങ്ങോട്ട് ചെന്നൊക്കെ കാണുകയെന്ന് വെച്ചാൽ ഓറ്. ഒന്ന് പോണുണ്ടോ നീ? Come on, man, get dressed. DCP ഗോവിന്ദൻ സാറാണ്. സിറ്റി ബോർഡറിൽ എന്താ മിഷൻ എന്ന് ചോദിക്കുന്നു. സാർ, ജയശങ്കർ. കാര്യമായിട്ടൊന്നുമില്ല സാർ, ഒരു റുട്ടീൻ ചെക്കിംഗ് അത്രേ ഉള്ളൂ സാർ. യെസ് സാർ, ഐ ഷാൽ റിപ്പോർട്ട് സാർ. തേങ്ങാ കൊല മിഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അവന് കസേരയിൽ നിറങ്ങി ആ ഗൗഡ അടുത്തേക്ക് ഓടാൻ. കണാപ്പൻ, യൂസ്ലെസ് ഫെലോ. മടുത്തടോ. ഉയരോടെ പിടിച്ച് ശവപ്പെട്ടിക്കകത്ത് കിടത്തിയ പോലെയായി ഇപ്പൊ ഈ കുപ്പായത്തിനകത്തെ ജീവിതം. സത്യം, രവി IPS ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ എങ്ങാനും ചാർജ് കിട്ടിയാൽ അവന്റെ കീഴിൽ ഒന്ന് പണിയെടുക്കണം, ഒരൊറ്റ ദിവസം, വെറുതെ ഒരു ത്രില്ലിന്. എന്നിട്ട് ഈ തൊപ്പിയും കുപ്പായും ഒക്കെ അഴിച്ചുവെച്ച് ഒരു രാജിക്കത്തെഴുതി കൊടുത്തിട്ട് സർവീസിൽ നിന്ന് ഇറങ്ങിപ്പോരണം. മതി, ചെറുപ്പം തീരുന്നതിന് മുമ്പേ തന്നെ ഒരു റിട്ടയർഡ് ലൈഫ്. എങ്ങനെയുണ്ട് ಸರ್ ಫಸ್ಟ್ ಪಾಯಿಂಟ್ ನಿಂದ ಮೆಸೇಜ್ ಬಂದಿದೆ. അതെ, SI നാരായണൻ. കൊടുക്കാം സർ. യെസ്, വാട്ട്? ಸರ್ KA 019111 ಗಾಡಿ ಬರ್ತಾ ಇದೆ. 2 ಗಾಡಿ ಬರ್ತಾ ಇದೆ ಸರ್. ಓವರ್. Come on, get ready, take positions. Come on, fast! Come on!
ബോക്സ് ഓപ്പൺ ಮಾಡಿ. Guard of honor, general salute, present, up. Guard of honor, slow, arms. Guard of honor, order, arms. Guard of honor will unfix the bayonet. Unfix. Bayonet. കൊല്ലപ്പെട്ടത് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ വളരെ സീരിയസ് ആയിരിക്കും. പ്രോബബിളി കമ്മീഷണർ വാര്യര് നേരിട്ട് തന്നെ. നോ, കമ്മീഷണർ ഇതിൽ ഇടപെടാൻ പാടില്ല. ഇറ്റ്സ് ടു ബിഗ് എ റിസ്ക്. അതാ പറഞ്ഞത്. കമ്മീഷണർ ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടക്കണമെങ്കിൽ ഓർഡർ അങ്ങ് മോളിൽ നിന്ന് വരണം. അന്വേഷണം യാർ വേണമെന്ന് കമ്മീഷണർ മിനിസ്റ്റർ അല്ല, ഗൌഡ, ഈ സൂര്യദേവരാജ ഗൌഡ തീരുമാനിക്കും. ഓ ഗോവിന്ദര, നീയ പണിക്കയാ? അടോ പർവാല, നീയ പണിക്ക പോയാ? ഹോം മിനിസ്റ്റർ വിളിക്കട്ടെ സർ. ആ പോ. വരൂ. ഇരിക്കൂ. അല്ല, ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാൽ ഏട്ടത്തെ വിളിക്കാം. ഇരിക്കൂ. എന്താ ഇത്? ഓഫീസിലുണ്ടായിരുന്ന പേഴ്സണൽ സാധനങ്ങൾ, പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്തയച്ചതും.
ഇതൊക്കെ ഇന്ന് എന്നെ ഇവിടെ ഏൽപ്പിച്ച റെസീറ്റ് വാങ്ങണമെന്ന് ഗോവിന്ദൻ സാറ് പറഞ്ഞപ്പോ ഞാൻ ഇതിലൊന്ന് ഒപ്പിട്ടാൽ സോറി, ഇങ്ങനൊരവസ്ഥയില് ഇറ്റ്സ് ഓൾ റൈറ്റ്. ആ പിന്നെ അന്വേഷണത്തിന്റെ ചാർജ് DCP ഗോവിന്ദൻ സാറിന്. രവി നാളെ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും, ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡ്. Come on. പോലീസ് റെക്കോർഡ് പ്രകാരം ഇവിടുത്തെ അണ്ടർവേൾഡുമായി ബന്ധമുള്ള തഗ്സ് ആണ് ഇവരൊക്കെ, വിത്ത് പ്രൂവൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ്. നേരിൽ കണ്ടാൽ പ്രതികളിൽ ഒരാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്റെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു പരേഡ് വെച്ചത്. ബട്ട് ഇവരാരും അല്ലെങ്കിൽ പിന്നെ സർ, ആ വണ്ടികളും കള്ളക്കടത്ത് സാധനങ്ങളും ആരുടേതാണെന്ന് സൂചനയുള്ള സ്ഥിതിക്ക് നോ എവിഡൻസ്. ആ വണ്ടികൾ ദേവഗൌഡയുടേതല്ല. ആരുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. സർ, ആ രജിസ്ട്രേഷൻ ബുക്ക്. ലുക്ക് രവി, സൂചനകൾ മാത്രം വെച്ച് ഈ കേസിൽ ആരെങ്കിലും കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് മൈ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. കഷ്ടം. ഏത് തെളിയാത്ത കേസിനും തുമ്പുണ്ടാക്കുന്ന സമർത്ഥനായിരുന്നു തന്റെ ചേട്ടൻ. ഒടുവിൽ അയാളുടെ ഗതി ഇങ്ങനെ. കൊന്നതാരാന്നതിന് തുമ്പുമില്ല തുരുമ്പുമില്ല. അൺലക്കി ഫെലോ. പക്ഷേ ഒരു കണക്കിന് താൻ ലക്കിയ. ഏട്ടന്റെ മരണവും തന്റെ IPS റിസൾട്ടും ഒരേ ദിവസം. അതുകൊണ്ട് പത്രങ്ങളിൽ തനിക്ക് നല്ല ബ്യൂട്ടിഫുൾ കവറേജ് കിട്ടി അല്ലേ? ഹേയ് കമോൺ, ഈസി. രവി, കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റാണെന്ന് തോന്നിയേക്കും. ബട്ട് ഐ ആം ടെല്ലിംഗ് യു എ ബിറ്റർ ഫാക്ട്. ഒക്കെ സംഭവിച്ചത് നല്ലതിനാടോ. അല്ലെങ്കിൽ താൻ ട്രെയിനിങ്ങും കഴിഞ്ഞ് IPS ഓഫീസറായിട്ട് വന്ന് ചാർജ് എടുക്കുമ്പോ തന്റെ ഈ ചേട്ടൻ തനിക്കൊരു നാണക്കേടായന്. അയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. ഐ മീൻ എ റിയൽ പെയിൻ ഇൻ ദാസ്. അയ്യോട്ര, പ്ലീസ് ഷട്ട് യുവർ നാസ്റ്റി സ്റ്റിങ്കിങ് ട്രാപ്പ്. ജയശങ്കർ മരിക്കാനിടയായത് തന്നെ എന്റെ പിടിപ്പേടുകൊണ്ടാണെന്ന് മുകളിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അന്വേഷണത്തിന്റെ മുഴുവൻ ചുമതലയും ഗോവിന്ദനെ ഏൽപ്പിച്ചിട്ട് തൽക്കാലം ലീവ് എടുക്കാനാ എനിക്ക് കിട്ടിയ ഓർഡർ. സർ, ഏട്ടനും ഈ DCP ഗോവിന്ദനും തമ്മിൽ നല്ല ടേംസിലായിരുന്നില്ല അല്ലേ? നോ, ഡോണ്ട് ഗെറ്റ് റോങ് ഐഡിയാസ്. ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട കേസിൽ അന്വേഷിക്കുന്ന ആരായാലും ശരി, കൃത്രിമങ്ങൾ ഉണ്ടാവില്ല രവി. ആർ യു ഷുവർ? യെസ്, ലെറ്റ്സ് ബി പോസിറ്റീവ്. ആ രവി, ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ നാളെ പുറപ്പെടുന്നല്ലേ? സർ. നാളെ ഓഫീസിൽ വന്നെന്നെ കാണും. 1-2 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. സർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാല് അത് മനസ്സിലുള്ളത് മുഴുവനാകുന്നില്ല കുട്ടി. നന്നായി വരണം, നല്ല ഓഫീസർ ആകണം, തന്റെ ഏട്ടനെ പോലെ.